സത്യത്തിൽ ഈ ദിവസങ്ങൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടെന്ന് മാത്രമല്ല അതൊക്കെ ഓർക്കുമ്പോൾ ഇപ്പോൾ ഒരുപാട് വിഷമവും വരുന്നുണ്ട്. സംഭവം വേറൊന്നുമല്ലടാ, ഇത് നമ്മൾ വെക്കേഷൻ സമയത്ത് വീട്ടിൽ പോയിരുന്നപ്പോൾ എടുത്ത വീഡിയോകളിൽ ഒന്നാണേ. അമ്മയ്ക്ക് ചുറ്റും മക്കളെ വട്ടം കൂടി ഇരിക്കണ കണ്ടില്ലേ? അമ്മമ്മ പേരക്കുട്ടികൾക്കായിട്ട് ഒരു സ്നാക്സ് ഐറ്റം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അതിലെ മെയിൻ താരം എന്ന് പറയണത് ദാ ഇവനാണ്, പറങ്കിയണ്ടി. പറങ്കിയാണോ പറങ്ങിയാണോ? മൊത്തത്തിൽ എനിക്ക് തന്നെ ഇപ്പോൾ കൺഫ്യൂഷൻ ആവുന്നുണ്ട് കേട്ടോ, ഇതിൽ ഏതാന്ന്. ഞാൻ എന്തായാലും ഇപ്പോൾ പറങ്കിയണ്ടി എന്ന് പറയാം. കശുവണ്ടി അങ്ങനെയാവില്ലേ മിക്ക സ്ഥലങ്ങളിലും പറയാറുള്ളത്. വിഷുവിൻ്റെ സമയത്ത് 3-4 ദിവസം ഞാൻ വീട്ടിൽ പോയിരുന്നപ്പോൾ തന്നെ അമ്മ അത് കാണിച്ചു തന്നിരുന്നു കേട്ടോ, ചുട്ടെടുക്കാന്ന് പറഞ്ഞിട്ട്. പക്ഷേങ്കിൽ അപ്പോൾ അനിയത്തി വന്നിരുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും ഇപ്പോൾ അവരെല്ലാവരും കൂടെ ഒരുമിച്ച് എത്തുന്ന സമയത്ത് നമുക്കിത് ഉണ്ടാക്കാമെന്ന്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് വീട്ടിലെത്തിയത് മെയ് ഫസ്റ്റ് വീക്കൊക്കെ ആയിട്ടാണ് കേട്ടോ. അവിടെ എത്തി 2-3 ദിവസത്തെ തന്നെ അമ്മ ഇത് ഉണ്ടാക്കുകയും ചെയ്തു കേട്ടോ. ആകെ ഉണ്ടായിരുന്നത് വളരെ കുറച്ചാണ്. അതിനൊരു കവറിനകത്തൊക്കെ കെട്ടി സൂക്ഷിച്ച് വെച്ചിരിക്കുക പാവം ഞങ്ങൾക്കായിട്ട്. അടുപ്പ് കത്തിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ അതിനുണ്ടായിരുന്ന കനലിനെ വാരിയിട്ട് ഒരു പാത്രത്തിനകത്തേക്ക് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ പറങ്കിയണ്ടി ഇട്ട് കൊടുത്തു. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് വീണ്ടും തീക്കനൽ വാരി ഇട്ടു കേട്ടോ. അതായത് ഈ പറങ്കിയണ്ടിയെല്ലാം തീക്കനലിൻ്റെ ഉള്ളിൽ വരുന്ന പോലെ. ഇതൊക്കെ ചെയ്യുന്ന ഒരുപാട് പേരുണ്ടാവില്ലേ? ചെയ്യുന്നതെന്ന് പറയാൻ പറ്റും, ഇപ്പം കിട്ടുന്നുണ്ടോ എന്നുള്ളത് അറിയില്ല. പണ്ടൊക്കെ ഇതൊക്കെ ചെയ്തിട്ടുള്ള ഒരുപാട് ആളുകൾ ഉണ്ടാവില്ലേ, പ്രത്യേകിച്ച് ഈ നാട്ടുമ്പുറങ്ങളിൽ. ഇപ്പോഴത്തെ കുട്ടികളൊക്കെ എന്തായാലും ഇത് കാണാൻ വഴിയില്ല. അങ്ങനെ പറയാനും കാരണമുണ്ട് കേട്ടോ. നമ്മുടെ മക്കൾക്ക് തന്നെ ഇത് അറിയുന്നുണ്ടായിരുന്നില്ല, അവരിത് ആദ്യമായിട്ടായിരുന്നു കാണുന്നത്. നമ്മുടെ വീട്ടിൽ ഇതിൻ്റെ മരമൊന്നും ഇല്ല കേട്ടോ. കുറച്ച് കാലങ്ങൾക്ക് ശേഷമാണ് അമ്മയ്ക്ക് ഇപ്പോൾ ഇതിങ്ങനെ കയ്യിൽ കിട്ടിയത്. അതുകൊണ്ട് തന്നെയാണ് അമ്മ ഞങ്ങൾക്കായിട്ട് അതിനിങ്ങനെ സൂക്ഷിച്ചെടുത്ത് വെച്ചത്. മാസങ്ങളോളം ആയി തോന്നുന്നു കേട്ടോ കയ്യിൽ കിട്ടിയിട്ട്. ഞങ്ങളുടെ ചെറുപ്പത്തിൽ ഇതിൻ്റെ 1-2 മരം നമ്മളുടെ വീട്ടിലുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഞങ്ങളത് ചെറുപ്പം മുതലേ കണ്ടുവന്നൊരു കാര്യമാണ്. മക്കളൊക്കെ ആവുമ്പോഴത്തേനും തന്നെ ആ മരങ്ങളൊക്കെ നശിച്ചു പോയിട്ടോ. മക്കളാവുന്നതിന് മുമ്പേ എന്നല്ല, ഞങ്ങളുടെ കല്യാണത്തിന് മുമ്പേയൊക്കെ തന്നെ ആ മരങ്ങളൊക്കെ നശിച്ചു എന്ന് തന്നെയാണ് എൻ്റെ ഒരു ഓർമ്മ. എന്തായാലും ഈ പറങ്കേണ്ടി നമ്മൾ തീക്കാനെല്ലാം ഇട്ടിട്ട് കുറച്ച് സമയം കഴിയുമ്പോഴത്തേനും തന്നെ അതിങ്ങനെ നന്നായിട്ട് പുകയൊക്കെ വന്നു തുടങ്ങുമല്ലോ. ചിലപ്പോൾ ഇങ്ങനെ അത് പൊട്ടിത്തെറിക്കലും ചാൻസ് ഉണ്ട് കേട്ടോ. ഞങ്ങൾക്ക് അതും ഒരു ഓർമ്മയുണ്ട്. അതിൻ്റെ പാല്, അതായത് പൊട്ടിത്തെറിക്കുന്ന സമയത്ത് അതിനൊരു പാല് കറ പോലൊരു സംഭവം വരും. അത് മേത്ത് തട്ടിയാൽ പൊള്ളും എന്നൊക്കെ പറയാറുണ്ട് ചെറുപ്പത്തിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് അമ്മ മക്കളെയൊന്നും അതിൻ്റെ അടുത്തേക്ക് അടുപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അമ്മ എന്നെ ഒരു കോലോട്ട് അങ്ങനെ ഇങ്ങനെ നീക്കിയാണ് ഓരോന്ന് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ അത് ചൂടാറാനായിട്ട് പുറത്ത് മണ്ണിൽ തന്നെ വന്ന് കൊട്ടുകയാണ് ചെയ്ത്. ചൂടൊന്ന് ആറി വന്നപ്പോൾ ഒരു വലിയ കല്ലിൻ്റെ മുകളിൽ കശുവണ്ടിനെ വെച്ചിട്ട് ചെറിയൊരു കല്ലെടുത്തിട്ട് ഇതുപോലെ അമ്മ കുത്തി അതിനകത്തുള്ള പരിപ്പ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഈ സമയത്തൊക്കെ ഇതിന് വരുന്നൊരു മണം ഉണ്ടല്ലോ, ഈശ്വര, കൊതിപ്പിക്കുന്ന മണം. നമ്മളുടെയൊക്കെ ചെറുപ്പത്തിൽ നമുക്ക് ആകെക്കൂടെ കിട്ടുന്ന ഈ കാഷ്യൂ എന്ന് പറയുന്നത് ഈ ഒരു സംഭവം തന്നെയാണല്ലോ. അതും ഇങ്ങനെ ചുട്ടെടുത്ത് കഴിക്കുമ്പോൾ അതിനുള്ള ഒരു ടേസ്റ്റ്, പല കാര്യങ്ങളും ഓർമ്മ വരുന്നുണ്ട് കേട്ടോ. ഇപ്പൊക്കെ നമ്മളുടെ വീട്ടിൽ ഈ നിത്യോപയോഗ സാധനങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു സംഭവം തന്നെയാണല്ലോ കാഷ്യൂ. പക്ഷേങ്കിൽ പണ്ട് ഇതൊക്കെ നമ്മൾ കാണാറുള്ളത് ഈ പായസം ഉണ്ടാക്കുന്ന ദിവസങ്ങളിൽ, അതും വിശേഷ ദിവസങ്ങളിൽ മാത്രമാണല്ലോ പായസമൊക്കെ ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ആ പായസം ഉണ്ടാക്കുന്ന ദിവസങ്ങൾ അതിനായിട്ട് വാങ്ങിച്ചിട്ട് വരുമല്ലോ ഈ ഉണക്കമുന്തിരിയും ഈ അണ്ടിപ്പരിപ്പൊക്കെ ആയിട്ട് ഒരു കുഞ്ഞു പാക്കറ്റിനകത്ത്. അപ്പോഴാണ് കേട്ടോ നമ്മളിതൊക്കെ കാണാറുള്ളത്. അതല്ലാതെ നമ്മളിതൊക്കെ കഴിക്കുന്നത് ഇതേപോലെ പറങ്കിമാങ്ങ വീഴുമ്പോൾ ആ ഓരോ പറങ്കിമാങ്ങ നമ്മൾ കഴിക്കാറുണ്ട് കേട്ടോ, ഉപ്പൊക്കെ മിക്സ് ചെയ്ത് മുറിച്ചെടുത്തിട്ട്. അതും ഒരു ഓർമ്മകളാണ്, പല ഓർമ്മകളാണ്, പല കാര്യങ്ങളും. ഇപ്പം അതൊക്കെ ഇങ്ങനെ ഓർമ്മയിലേക്ക് വരിക. അപ്പോൾ അത് കഴിച്ച് കഴിഞ്ഞിട്ട് ഈ പറങ്കിയണ്ടിനെ നമ്മളിങ്ങനെ സൂക്ഷിച്ച് വെക്കും. എന്നിട്ട് ഇങ്ങനെ ഒരുമിച്ച് കുറേ എണ്ണം ആകുമ്പോൾ ഇതുപോലെ ചുട്ടെടുത്തൊക്കെയാണ് കഴിക്കാറുള്ളത്. കുറച്ച് പേർക്കൊക്കെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ലേ? അപ്പോൾ ഞങ്ങളുടെ ഇതുപോലുള്ള കുട്ടിക്കാലങ്ങൾ ഉണ്ടായിട്ടുള്ള ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ പറങ്കിയണ്ടി എല്ലാം എടുത്തു കഴിഞ്ഞിട്ട് അമ്മ അടുത്ത പണിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. സംഭവം വേറൊന്നുമല്ല, അരി വറുത്തുകൊണ്ടിരിക്കുക. ഇപ്പം ഏകദേശം പിടികിട്ടിണ്ടാവില്ലേ എന്ത് പലഹാരം അമ്മമ്മ കുട്ടികൾക്കായിട്ട് ഉണ്ടാക്കിയതെന്ന്. നമ്മുടെ നാട്ടിൽ തന്നെ പറയാറുള്ളത് അണ്ടിപ്പുട്ട് എന്നാണ്. സംഭവം ഇതിൽ മെയിൻ താരം ആ പറങ്കിയണ്ടി ആയതുകൊണ്ടാണ് കേട്ടോ അങ്ങനൊരു പേര്. സത്യത്തിൽ അരിയുണ്ടയുടെ വേറൊരു വേർഷൻ. ഇപ്പം അരിയുണ്ടയിൽ നമ്മൾ കാഷ്യൂ നട്ട്സ് സംഭവങ്ങളൊക്കെ ആഡ് ചെയ്ത് ഉണ്ടാക്കാറുണ്ടെങ്കിലും പണ്ടത്തെ മെയിൻ ആയിട്ടുള്ള ഒരു സംഭവം തന്നെയായിരുന്നല്ലോ ഈ അണ്ടിപ്പുട്ട്. കാരണം ഈ പറങ്കിയണ്ടി ചുട്ടെടുത്തുണ്ടാക്കുന്നതിന് ഒരു പ്രത്യേക മണവും ടേസ്റ്റൊക്കെയാണല്ലോ. അരി വറുത്തെടുത്ത് മാറ്റിയിട്ട് മുറത്തിനകത്ത് ഇട്ട് വെച്ചിട്ടുണ്ട് ചൂടാറാനായിട്ട്. അത് അമ്മ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം കൊണ്ട് ഞാനിതാ ഒരു കുഞ്ഞു കാപ്പിച്ചട്ടിക്കകത്ത്, കാപ്പിച്ചട്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ പണ്ടത്തെ ചായ പാത്രമാണ് കേട്ടോ, നമ്മളതിനെ ഇവിടെ പറയാനുള്ളത് കാപ്പിച്ചട്ടി എന്നാണ്. പണ്ട് വിറകടുപ്പിൽ തന്നെ ചായ ഉണ്ടാക്കുന്ന സമയത്ത് ചായ വെക്കാനായിട്ട് ഉപയോഗിച്ച ചട്ടിയാണ് ഇത്. അതുകൊണ്ട് ഞങ്ങൾ ഇതിനെ പറയാറുള്ളത് കാപ്പിച്ചട്ടി എന്നാണ് കേട്ടോ. അപ്പോൾ അതിനകത്തേക്ക് ശർക്കരയെല്ലാം ഇട്ട് വെച്ചിരുന്നു. അരി വറുത്ത് മാറ്റിയ ശേഷം 2 ട്രിപ്പായിട്ടാണ് അരി വറുത്തെടുത്തത്. അത് മാറ്റിയ ശേഷം ശർക്കരയിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ആ അടുപ്പത്ത് തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. അടുപ്പ് നല്ല ചൂടായിട്ട് തന്നെ കത്തിക്കൊണ്ടിരിക്കണോണ്ട് അത് വേഗം ഉരുക്കി വരുമല്ലോ. അതുകൊണ്ട് അടുത്ത് തന്നെ നിന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തോണ്ടിരുന്നുണ്ട്. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ചിലപ്പോൾ അടി പിടിച്ചു പോകാനുള്ള ചാൻസും ഉണ്ട്. കാരണം അതിനകത്ത് വളരെ കുറച്ചല്ലേ വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ നല്ല കുട്ടിക്കാലത്ത് മിക്സിയൊന്നും വീട്ടിലില്ലാത്ത സമയങ്ങളുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾക്ക് അമ്മ ഉണ്ടാക്കി തരാറുള്ളത് വറുത്തെടുത്ത അരി അമ്മിക്കല്ലിൽ പൊടിച്ചെടുത്തിട്ടാണ്. എത്രത്തോളം അവരപ്പോൾ കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുള്ളതൊക്കെ ഇപ്പോൾ ഓർക്കുമ്പോൾ തോന്നാറുണ്ട് കേട്ടോ. ഇപ്പൊക്കെ നമുക്ക് എല്ലാം എളുപ്പമല്ലേ, വിചാരിച്ചാൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം.
ശർക്കരയും ആവശ്യത്തിന് ഉരുകി വന്നപ്പോൾ അടുപ്പിൽ നിന്ന് ഇറക്കി കൂട്ടത്തിൽ അരിയും പൊടിച്ചെടുത്തു. അരി ഇപ്പം അമ്മ പൊടിച്ചെടുത്തത് അമ്മിക്കല്ലിലൊന്നും അല്ല കേട്ടോ, ചൂടാറി വന്നപ്പോൾ മിക്സിക്കകത്തിട്ട് തന്നെയാണ് പൊടിച്ചെടുത്തത്. ശർക്കര പാനിയും അരി വറുത്തെടുത്ത പൊടിയും കൂട്ടത്തിൽ ഇതാ നമ്മളുടെ കാഷ്യൂ ഒക്കെ ആയിട്ട് അമ്മ നേരെ നമ്മുടെ വീടിൻ്റെ തിണ്ണയിൽ വന്നിരുന്നേ. ചുട്ടെടുത്ത് പറങ്കേണ്ടി ഉണ്ടല്ലോ, അതിന് അരി പൊടിക്കുന്ന കൂട്ടത്തിൽ മിക്സിയിലിട്ടിരുന്നില്ല കേട്ടോ, നന്നായിട്ട് പൊടിഞ്ഞു പോകുമല്ലോ. ഇടികലിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ട് അതിന് സെപ്പറേറ്റ് ഇതാ ഇതുപോലെയാണ് ചെയ്തെടുത്തത്. ഈ പറങ്കേണ്ടിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഇനിയൊരു കാര്യം കൂടെ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നേ. ഞങ്ങളുടെ ചെറുപ്പത്തിൽ ഈ ഐസ് ഉണ്ടല്ലോ, ഇപ്പോഴും ഐസ് വണ്ടികളൊക്കെ ഇതിലൂടെ വരാറുണ്ട്. ഞങ്ങളുടെ ചെറുപ്പത്തിൽ ശനിയാഴ്ചയോ ഞായറാഴ്ചയോ കറക്റ്റ് ഒരു 3 മണി 3:30 സമയത്തൊക്കെ ഒരു ഐസ് വണ്ടി വരാറുണ്ട്, ഒരു ബ്ലൂ പെട്ടിയൊക്കെ ആയിട്ട് കേട്ടോ. നല്ല ഓർമ്മയുണ്ട് ഞങ്ങൾക്കത്. ആ വണ്ടി വരണ സമയത്ത് 1 രൂപയാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഒരു ഐസ്ക്രീമിന് ഒരു രൂപ. ഐസ്ക്രീമാണ് കേട്ടോ, ഐസല്ല ഐസ്ക്രീം. അപ്പോൾ അതിന് 1 രൂപയാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ആ സമയങ്ങളിൽ ഈ പറങ്കേണ്ടി ഉണ്ടല്ലോ, 10 പറങ്കേണ്ടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഐസ്ക്രീം തരുമായിരുന്നു. അതായത് 10 പറങ്കേണ്ടിക്ക് 1 രൂപ. അങ്ങനെ ഞങ്ങൾ ഒരുപാട് ഐസ്ക്രീം വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ട് കേട്ടോ ഈ പറങ്കേണ്ടി കൊടുത്തിട്ട്. അയ്യോ, ആ കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോണ്ടല്ലോ ശരിക്കും ഞങ്ങളുടെ കുട്ടിക്കാലം ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പോഴത്തെ മക്കളെ പോലെയല്ലല്ലോ, നമുക്കപ്പോൾ ഫോണോ ടി വിയോ ഒന്നും കാര്യമായിട്ടില്ല. ടി വി ഉണ്ടെങ്കിൽ തന്നെ ദൂരദർശൻ, അതും എല്ലാ വീടുകളിലൊന്നും ഇല്ല. ഞങ്ങളൊക്കെ അടുത്തുള്ള വീടുകളിലാണ് പോയി കണ്ടിരുന്നത് ചെറുപ്പത്തിലൊക്കെ. അപ്പോൾ അതുപോലെ അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും ഈ ഐസ് വണ്ടി വരാനായിട്ട്. ഈ ഒരു 3 മണി 3:30 സമയത്തൊക്കെയാണല്ലോ. അപ്പോൾ ഉച്ചഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് ഈ വണ്ടി വരാനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും. ദൂരത്ത് നിന്ന് അതിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് എന്തോരം സന്തോഷമായിരുന്നു അറിയോ. അങ്ങനെ ആഴ്ചയിൽ ഒരെണ്ണൊക്കെയാണ് ഞങ്ങൾക്ക് ഐസ്ക്രീമൊക്കെ കിട്ടിയിരുന്നത്. അരി പൊടിച്ചതിൻ്റെ കൂട്ടത്തിലേക്ക് പറങ്കേണ്ടി പൊടിച്ചെടുത്ത ആ പറങ്കേണ്ടിനെയും കൂടെ ചേർത്തേ. പിന്നെ അതിലേക്ക് ചരുകിയെടുത്ത നാളികേരം കൂടെ ചേർത്തുണ്ട് കേട്ടോ. എന്നിട്ട് ഇതാ നമ്മൾ ഉരുക്കിയെടുത്ത ശർക്കര പാനി ഉണ്ടല്ലോ, അതിനെയും കൂടെ അരിച്ചൊഴിക്കുന്നുണ്ട്. ഈ അരി ഉണ്ടേക്കുമ്പോൾ നമ്മളിപ്പോൾ എല്ലാവരും ഉണ്ടാക്കണത് തന്നെയാണല്ലോ, അതുകൊണ്ട് ഇതൊന്നും ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. എന്നാലിപ്പോൾ നമ്മൾ ചെയ്ത പ്രോസസ്സ് കംപ്ലീറ്റ് ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് അത് അങ്ങോട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. അരിയുണ്ട പോലെ തന്നെ അരി വറുത്തത് കഴിച്ച എത്ര ആളുകളുണ്ട് ചായയുടെ കൂട്ടത്തിൽ. വൈകുന്നേരം സ്നാക്സ് ആയിട്ട് ഒന്നും ഉണ്ടാവില്ല ചില ദിവസങ്ങളിലൊക്കെ. അപ്പം അമ്മ ഉണ്ടാക്കി തരാറുള്ളതാണ് വേഗം കുറച്ച് അരി എടുത്ത് ഇതുപോലെ അങ്ങോട്ട് വറുത്ത് തരും. അങ്ങനെ അല്ലാതെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കുറച്ച് ഉപ്പിട്ടിട്ട് അതിൻ്റെ മുകളിലേക്ക് അരി കൂട്ടിയിട്ട് വറുത്തെടുക്കലുണ്ട് കേട്ടോ. അതിനും ഒരു പ്രത്യേക ടേസ്റ്റാണ്, എണ്ണയിൽ ഇങ്ങനെ മൊരിഞ്ഞ് ഉപ്പൊക്കെ ആയിട്ട് വരൽ. അങ്ങനെ അല്ലാതെ ഈ ശർക്കര അല്ല ഇടാറുള്ളത്, അതിനകത്ത് പഞ്ചസാര ഇടാറുള്ളത്. അരി വറുത്തിട്ട് ഏകദേശം നന്നായിട്ട് നമുക്ക് ആവശ്യത്തിന് വറുത്ത വരുന്ന ആ പരുവത്തിൽ ആ ചൂടിൽ തന്നെ കുറച്ച് പഞ്ചസാര ഇടും. പിന്നെ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് തേങ്ങയും കൂടെ ഇടും. അങ്ങനെയൊക്കെ ഇട്ടിട്ടും അത് ഇളക്കി ഒരുമിച്ച് ഇങ്ങനെ കഴിക്കലുണ്ട്. അതൊക്കെയായിരുന്നു കേട്ടോ ചെറുപ്പത്തിലെ സ്നാക്സ്. ഇപ്പോൾ പെട്ടെന്ന് എന്തോ അതൊക്കെയാണ് ഒരുപാട് ഇങ്ങനെ, അതൊക്കെയെന്നല്ല പല പല കാര്യങ്ങൾ അങ്ങനെ മനസ്സിലേക്ക് വരുന്നത്. അപ്പം അതിങ്ങനെ പറഞ്ഞു പോണതാണ്. പിന്നെ അതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് അമ്മ ഉരുട്ടിയെടുക്കുന്നുണ്ട്. അമ്മ ഉരുട്ടിയെടുക്കണത് കറക്റ്റ് ഉരുളയായിട്ട് തന്നെ വരാറുണ്ട് കേട്ടോ. എനിക്ക് എന്തായാലും ഇതേപോലെ കിട്ടാറില്ല. ഞാനിത് ഇടയ്ക്കൊക്കെ ഉണ്ടാക്കാറുണ്ട്. എനിക്കിത് ഒരുപാട് ഇഷ്ടമാണ്, ഇപ്പോഴും ഇഷ്ടമാണ്. ഞാൻ വീട്ടിൽ 3-4 ദിവസം ഇരിക്കാനായിട്ട് എപ്പൊക്കെ പോയാലും അമ്മയെ കൊണ്ട് ഇത് ഉണ്ടാക്കിപ്പിക്കാറുണ്ട്. അതല്ലാതെ നമ്മളിവിടെ ഒലവക്കോടാണെങ്കിലും ഉണ്ടാക്കാറുണ്ട് കേട്ടോ. പക്ഷേങ്കിൽ അനിയത്തിക്ക് എന്തോ ഇതൊട്ടും തന്നെ ഇഷ്ടമല്ല, അവൾ ടേസ്റ്റ് പോലും നോക്കാറില്ല, അതാണ് സത്യം. ഇപ്പം അമ്മമ്മ ഉണ്ടാക്കിയിട്ട് മക്കൾക്കൊക്കെ കൊടുക്കുന്നുണ്ട്. അവരും ഇപ്പം ഈ വീഡിയോയിൽ കാണുമ്പോൾ കഴിച്ചു എന്നേ ഉള്ളൂ കേട്ടോ. ആദ്യമായിട്ട് ഇതെന്താ സംഭവം എന്നറിയാൻ ആ ഒരു കൗതുകത്തോടെ കഴിച്ചതാണ്. പിന്നീട് കൊടുത്തപ്പോൾ ഒന്നും അവർക്കത് ഇഷ്ടമായിട്ടേ ഇല്ല, അവർ കഴിച്ചതും ഇല്ല കേട്ടോ. എന്തായാലും ആദ്യം കൊടുത്തത് എന്തോ വലിയ ഇഷ്ടമായി, നന്നായിട്ടുണ്ടെന്നൊക്കെ പണ്ട് മക്കൾ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനാണെന്നുണ്ടെങ്കിലും അരിയുണ്ട ഇടയ്ക്കൊക്കെ കഴിക്കുമെങ്കിലും ഈ ഒരു അണ്ടിപ്പുട്ട് ഇപ്പം കഴിച്ചത് കുറച്ചധികം വർഷങ്ങൾക്ക് ശേഷമാണ് കേട്ടോ. ഈ പറങ്കേണ്ടി ചുട്ടെടുത്തുണ്ടാക്കുന്ന ഈ ഒരു പുട്ടിന് ഒരു പ്രത്യേക മണവും അതിനേക്കാൾ കൂടുതൽ ടേസ്റ്റും ആണല്ലോ. എന്തായാലും കുറച്ചധികം ദിവസം മുൻപെടുത്ത ഈ ഒരു വീഡിയോ ഇഷ്ടമായാലേ ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെ കമൻറ്റ് ചെയ്യാനും വിട്ടുപോവല്ലേ. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണും വരേക്കും ബൈ.